നനഞ്ഞ മുടിയിൽ ഈ 7 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുതേ. നീളവും ശക്തവും സുന്ദരവുമായ മുടിയാണ് മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അല്ലേ. മുടി പരിപാലിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ പിഴവുകൾ മുടി വേഗത്തിൽ നശിക്കാൻ വേണ്ടിയിട്ട് ഇടവരുത്തേ. നിങ്ങളുടെ മുടി വളരെ കാലം ആരോഗ്യകരമായി നിലനിർത്തണമെങ്കിൽ നനഞ്ഞ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ, അതായത് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് നനഞ്ഞ മുടി ചീകരുതെന്നത്. ഒരിക്കലും നനഞ്ഞ മുടി ചീകാൻ പാടില്ല കേട്ടോ. നനഞ്ഞ മുടി ചീകുമ്പോൾ മുടിയിൽ ഉണ്ടാകുന്ന ഉടക്ക് വേഗം അഴിയുമെന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ മുടി നനഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ദുർബലമാവുകയും അതിൽ ഒരു ബ്രഷ് പ്രയോഗിക്കുന്നതിലൂടെ എളുപ്പത്തിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ തുടങ്ങുകയും ചെയ്യേ. മുടി പൂർണ്ണമായി ഉണങ്ങുമ്പോൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത നമ്മുടെ ചൂടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, സ്ട്രൈറ്റ്നർ, കേളിംഗ്, അയൺ തുടങ്ങിയ ചൂടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ലതല്ല കേട്ടോ. നനഞ്ഞ മുടിയിൽ ഇവ പ്രയോഗിക്കുമ്പോൾ മോശമായ ഫലമാണ് ഉണ്ടാകുന്നത്. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത്തരം ഉപകരണങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് കേട്ടോ. നനഞ്ഞ മുടി കെട്ടുന്നത് നല്ലതായി തോന്നുമെങ്കിലും ഇത് മുടിക്ക് വളരെ ദോഷകരമാണ്. നനഞ്ഞ മുടി ദുർബലമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതൊരു ബൺ ഉപയോഗിച്ചോ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ കെട്ടുന്നതിലൂടെ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കേട്ടോ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പോണിടെയിൽ കെട്ടുകയോ ബണ്ണിടുകയോ ചെയ്യുന്നത് ഉണങ്ങിയതിന് ശേഷം ആകാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നനഞ്ഞ മുടി വേഗത്തിൽ ഉണങ്ങാൻ മിക്ക ആളുകളും ബ്ലോ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ബ്ലോ ഡ്രയേഴ്സ് ഉപയോഗിക്കരുതെന്നാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആദ്യം മുടി അല്പം ഉണങ്ങിയതിന് ശേഷം, അതായത് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മുടി ഏകദേശം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെറുതായിട്ട് നനഞ്ഞ മുടിയിൽ ഒരു ഡ്രയേഴ്സ് പ്രയോഗിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ. വേറൊന്നുമല്ല, ഫാനിൻ്റെ കാറ്റിൽ നനഞ്ഞ മുടി ഉണക്കുന്നത്. ഫാനിൻ്റെ കാറ്റിൽ മുടി ഉണക്കുന്നത് നല്ലതാണെന്ന് പലരും കരുതുന്നുണ്ട്. ഇത് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. വായുവിൽ മുടി ഉണക്കുന്നത് മുടികൾക്കിടയിൽ കുരുക്കുണ്ടാകാനും ചീകുമ്പോൾ പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. അതുപോലെ മുടി ഒരിക്കലും തോർത്തുപയോഗിച്ച് ഉരച്ചു തുടയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതും മുടി പൊട്ടിപ്പോകുന്നതിന് സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും കാരണമാവേ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നനഞ്ഞ മുടിയിൽ ഉറങ്ങുന്നത്. നനഞ്ഞ മുടി വച്ച് കിടന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉറങ്ങുമ്പോൾ ശരീരത്തിലെ താപനില മുറിയിലെ താപനിലയുമായി ചേർന്ന് പോകുന്നതായിരിക്കും കേട്ടോ. എന്നാൽ നനഞ്ഞ മുടി തലയിലെ താപനില ഇതിലേക്കാളും താണിരിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് ഇത് തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണമാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് മുടി വലിയാൻ ഇടയാക്കും കേട്ടോ. ഇത് ശിരോചർമ്മത്തിനും മുടിവേരുകൾക്കും ദോഷം വരുത്തും കേട്ടോ. ഇത് മുടിയുടെ വളർച്ചയെ പ്രധാനമായി ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ മുടിയുമായി പുറത്തു പോവുകയോ ഉറങ്ങുകയോ ചെയ്യരുതെന്ന് പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടല്ലേ. പലരും രാത്രി കുളിച്ചിട്ട് മുടി ഉണങ്ങാതെ തന്നെ ഉറങ്ങുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് നേരിട്ട് ന്യൂമോണിയയ്ക്ക് കാരണമാകില്ല കേട്ടോ. പക്ഷേ ഇതിലൂടെ പ്രതിരോധ സംവിധാനം ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നനഞ്ഞ മുടിയുമായി ഉറങ്ങുന്നതും നല്ല ശീലമല്ലേ. അതുപോലെ തന്നെ നനഞ്ഞ മുടി വരണ്ട മുടിയേക്കാൾ ദുർബലമാണ്. നനഞ്ഞ മുടി രാത്രി ഉറങ്ങുമ്പോൾ തലയിണയിൽ ഉറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും. നനഞ്ഞ മുടിയുമായി ഉറങ്ങുന്നത് തലയിണയിൽ നനവുണ്ടാക്കാനും ഇത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ. തലയിണ നനഞ്ഞാൽ ശിരോചർമ്മത്തിൽ താരനല്ല എങ്കിൽ ഫംഗൽ അണുബാധകൾ ഉണ്ടാകാനും കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നനഞ്ഞ മുടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ നനഞ്ഞ മുടിയുമായി കിടന്നുറങ്ങുകയാണെങ്കിൽ മുടിയിൽ പെട്ടെന്ന് ജട പിടിക്കാനും ഇത് അടുത്ത ദിവസത്തേക്ക് നമ്മുടെ മുടി കൈകാര്യം ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നനഞ്ഞ മുടിയിൽ കോമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് പല്ലകലമില്ലാത്ത കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാലും പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മുടിയുടെ കെട്ട് കളയുന്ന സമയത്ത്, അതായത് നമ്മൾ ഉണങ്ങുന്ന സമയത്ത് മുടി എന്തായാലും നമ്മൾ കെട്ട് കളയുമല്ലോ. ആ സമയത്ത് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ മുടിയുടെ കെട്ട് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ കെട്ട് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. മറിച്ച് നമ്മൾ കോമ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും ഊരിപ്പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് പെട്ടെന്ന് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുടി ഉണക്കുന്ന സമയത്ത്, അതായത് കുളി കഴിഞ്ഞിട്ട് നമ്മുടെ മുടി തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുടി നമ്മുടെ തോർത്തോ അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ചോ അടിച്ചടിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ അടിച്ചടിച്ച് തുടച്ചാലും നമ്മുടെ മുടി ചിലപ്പോൾ സ്പ്ലിറ്റൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നോർമൽ
രീതിയിൽ മാത്രം തല തുടച്ചതിന് ശേഷം ബാക്കി നമ്മൾ കാറ്റിലോ അല്ലെങ്കിൽ കാറ്റെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫാനിൻ്റെ കാറ്റല്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാറ്റുണ്ടല്ലോ, പുറത്തിറങ്ങി അങ്ങനെയോ അല്ല എങ്കിൽ ചെറിയൊരു സൂര്യപ്രകാശത്തിലോ നിന്നിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ കൈകൾ ഉപയോഗിച്ച് നമ്മൾ കെട്ട് കളയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി ഉണങ്ങി കിട്ടും. ഈ പറഞ്ഞ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ മുടി ഉണക്കുന്നത് കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മുടി ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത് സമയമുള്ളവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ. സമയമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ ഡ്രയേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് മുടി ഉണക്കാവുന്നതാണ്. സമയം ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 7-8 പോയിൻ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാനും മുടി കൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് തടയാനും മുടി പൊട്ടുന്നത് തടയാനും സ്പ്ലിറ്റൻസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.